നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരിയായ താരം സരയു ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സരയു, പ്ലീസ് കം. സരയു, എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മുടെ വിശേഷം റൈറ്റൽ കുടുംബത്തിൽ നിന്നും പിറവിയെടുത്ത ഒരുപാട് ഷോകളിൽ പങ്കെടുത്തിട്ടുള്ള ഒരു താരം കൂടിയാണ് സരയു, അല്ലേ? പറയൂ സരയു. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. എനിക്കറിയാം ചിരിയും നർമ്മവും ഒക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നൊരു വേദിയിൽ ഞാൻ സംസാരിക്കുന്ന ഓരോ വാക്കും അധികമാവും എന്നുള്ളത്. അതുകൊണ്ട് ഒരു സുദീർഘമായിട്ടുള്ള പ്രസംഗത്തിനൊന്നും ഞാൻ മുതിരുന്നില്ല. ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഈ പറഞ്ഞ ഈ ചിരി അല്ലെങ്കിൽ ഹാസ്യം എന്ന് പറയുന്നത്, മിമിക്രി എന്ന് പറയുന്നത് ശബ്ദാനുകരണം കൊണ്ടും അതിൻ്റെ വ്യത്യസ്തത കൊണ്ടും ഒക്കെ ഏറ്റവും മാന്ത്രികത നിറഞ്ഞ ഒരു കലയാണ്. അപ്പം അത്രയും കല നിറഞ്ഞിട്ടുള്ള അതിൽ നിപുണരായിട്ടുള്ള ആൾക്കാർ മുമ്പിൽ തന്നെയുണ്ട്. അതിലേക്ക് ചുവട് വെക്കുന്ന ആൾക്കാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവരുടെയൊക്കെ ഇടയിൽ ഒരു ഓലപ്പാമ്പുമായിട്ട് എത്തിയുള്ള അവസ്ഥയാണ് എനിക്ക്. ഒരു നടിയുടെ ശബ്ദം സരയു അനുകരിക്കുന്നതാണ്. നടി സരയുവിന്റെ ശബ്ദം. ശരിക്കും പറഞ്ഞെങ്കിൽ ഏറ്റവും കൂടുതൽ ഇമിറ്റേറ്റ് ചെയ്യുന്ന പെണ്ണുങ്ങളാണ്. ശരിക്കും നമ്മളത് കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. കാരണം അത് സ്റ്റേജിലല്ല, മൈക്കിൻ്റെ മുമ്പിലുമല്ല. കാരണം നമ്മുടെ വീട്ടിൽ എൻ്റെ അമ്മയിൽ നിന്നാണ് ഞാൻ ആദ്യം ഈ മിമിക്രി പഠിച്ചത്. ഞാൻ വിചാരിക്കായിരുന്നു എങ്ങനെയാണെന്ന്. കാരണം ഈ അമ്മ വേറൊരാളെക്കുറിച്ച് വേറൊരാളുടെ അടുത്ത് കുറ്റം പറയൂലേ, അപ്പോൾ കറക്റ്റ് അവരെ പോലെ ഫിഗർ വരും, അവരുടെ സംഭാഷണം കറക്റ്റായിട്ട് വരും. അതെ അല്ലേ? അത് ശരിക്കും ഒരു മിമിക്രി തന്നെയാണ്. അങ്ങനെ അതൊക്കെ അറിയാതെ സംഭവിക്കുന്നതാണ്. അറിഞ്ഞുകൊണ്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ നിന്നൊന്നും ഒന്നും വരാൻ പോണില്ല. അറിയാതെ വരുന്ന ഏതായാലും അത് അത്രയും കഴിവ് വേണ്ട ഒരു മേഖല തന്നെയാണ്. ഇപ്പോൾ ഡാൻസ് ഒക്കെ വേണമെങ്കിൽ നമുക്കിപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ആർക്കും ഒരു 2 സ്റ്റെപ്പൊക്കെ തട്ടിക്കൂട്ടാം. പാട്ടും വേണമെങ്കിൽ നമുക്കൊക്കെ ഒന്ന് ഒപ്പിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ എനിക്ക് പറ്റില്ല. എനിക്കറിയാമല്ലോട്ടാ വരുന്നത്. പക്ഷെ മിമിക്രി എന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പത്തിൽ ആർക്കും നടക്കുന്ന കാര്യം. നമുക്ക് റീൽസിന്റെ ഒക്കെ അവസ്ഥ നോക്കിയാൽ അറിയാം. 2 വരി പാടാൻ ആർക്കും പറ്റും, ഡാൻസ് കളിക്കാനൊക്കെ പറ്റും. മിമിക്രിയിലോട്ട് ആരും അങ്ങനെ കൈവയ്ക്കാറില്ല. ബിക്കോസ് അതത്ര എളുപ്പമല്ല. അതിൻ്റെതായ കഴിവും പരിശ്രമവും അപ്ഡേഷനും എല്ലാം ആവശ്യമുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ആ രീതിയിലുള്ള എല്ലാ ആർട്ടിസ്റ്റുകളെയും അഭിനന്ദിക്കുന്നു, ഹാറ്റ്സ് ഓഫ് പറയുന്നു. ഈ ഒരു ഗംഭീരമായിട്ടുള്ളൊരു ഇവൻറ്റിൻ്റെ ഭാഗമായി എത്തിച്ചേരാൻ റൈറ്റൽ ക്ഷണിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാം പരിചയക്കാരാണ്, സുഹൃത്തുക്കളാണ്, സഹോദരൻ തുല്യരായിട്ടുള്ള ആൾക്കാരാണ്. ഒരുപാട് വേദികളിൽ പൊട്ടിച്ചിരിപ്പിച്ചിട്ടുള്ളവരാണ്. ഞാൻ അവരുടെ കൂടെ ഒരുപാട് വേദികളിൽ പങ്കിട്ടിട്ടുള്ളതാണ്. അപ്പം ഒരുപാട് സന്തോഷമുണ്ട്. ഇത്തരം ഒരു തിരക്കുമില്ല, കുറേ നേരം ആസ്വദിച്ചിട്ട് പോകും. ഇല്ല, ഞാനൊരു കാര്യം പറയാം, ഒരു സിറ്റുവേഷൻ പറയാം. മറ്റൊന്നുമല്ല, കിലുക്കത്തിലെ ലാലേട്ടനും രേവതിയും കൂടിയുള്ളൊരു കോംബോ നമ്മുടെ ബൈജു ജോസും സരയും കൂടി ഇവിടെ അവതരിപ്പിക്കുന്നതാണ്. അത് തന്നെ. അതെന്താ സംഭവം എന്നറിയോ? നമ്മൾ സാധാരണ പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന പോലെയല്ല, കംപ്ലീറ്റ് മിമിക്രിക്കാരാ. ജഡ്ജസ് ആണ് ഇവിടെ കംപ്ലീറ്റ്. എടാ, ഞാൻ ജഡ്ജായിരുന്ന ആളാണ്. അപ്പൊ അവിടെ നിൽക്കണ അവസ്ഥ നിങ്ങളും മനസ്സിലാക്കണ്ടേ? ഞാൻ അവിടെ പോയിരുന്ന ആസ്വദിച്ചോളാം. 2 മിനിറ്റ്. നമ്മുടെ ലാലേട്ടൻ വരുന്നു, രേവതിയുമായി സംസാരിക്കുന്നു. രേവതി കേട്ടാ എന്തെങ്കിലും ചോദിക്കുന്നതിന് മറുപടി? അല്ല, ഞാനപ്പോ സരയു അല്ലേ? അല്ലെ, ഇതൊന്നും വേണ്ട, പങ്കെടുത്താൽ മതി, ആസ്വദിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടാണ് നിങ്ങളുടെ രതീഷ് കാരക്കാടൊക്കെ എന്നെ വിളിച്ചത്, അനൂപേട്ടനൊക്കെ വിളിച്ചത്. അവരൊക്കെ അവിടെ രേവതി ആവാൻ പറഞ്ഞ എന്താ അറിയാമോ? വട്ടാന്നല്ലേ? ആ വട്ടായതുകൊണ്ടാണ്. ഞാൻ അവിടെ ഇരുന്നോളാം. വട്ടാണല്ലേ? തീർച്ചയായിട്ടും ഇപ്പൊ തോന്നുന്നുണ്ട്. അപ്പോ എന്നാല് ഒരു കാര്യം ചെയ്യാം, നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നുകൂടി നമുക്ക് സരയുവിനെ ഇങ്ങോട്ടേക്ക് വിളിക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും 2 പാട്ടൊക്കെ ആലോചിച്ചിരുന്നോ? അപ്പോഴേക്കും ഞങ്ങൾ വീണ്ടും വിളിക്കുന്നതാണ്. ഒരു ചെറിയ തേങ്ങാപ്പീര എന്ന് പറഞ്ഞ 2 കുട്ടികൾക്ക് ഒരു അവസരം കൊടുക്കുകയാണ്. നേരത്തെ 2 ആൺകുട്ടികളാണ് വന്നിരുന്നത്. ഇപ്പോൾ 2 പെടക്കോഴികളെ ഇവിടെ ഞങ്ങൾ വിളിച്ചിട്ടുണ്ട്. ഓക്കെ, നല്ലൊരു കയ്യടി കൊടുത്തുകൊണ്ട് നമുക്ക് അവരെ പ്രോത്സാഹിപ്പിച്ച് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ. ലിറ്റിൽ സ്റ്റാർസ്. എന്താ മോളുടെ പേര്? എന്തൊക്കെ പേര്? ശിവാനി. വർഷ. എവിടെ വീടൊക്കെ? കാസർഗോഡ്. അടുപ്പിച്ച് പിടിച്ചോ. ഇതിനു വേണ്ടി വന്നാണോ അവിടെ നിന്ന്? കാസർഗോഡ് നിന്ന് 2 പേരും കാസർഗോഡാണ്. കാസർഗോഡ് നിന്ന് ഈ മഴയത്ത് വെള്ളപ്പൊക്കത്തിൽ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നല്ലൊരു കയ്യടി അവർക്ക് കൊടുക്കണം. കാസർഗോഡ് എവിടെയാണ്? ഓ, ബോർഡർ സൈഡ് ആണോ? കർണാടക ബോർഡർ ആണ്. അവിടെ ആരെങ്കിലും അറിയോ? ഞാൻ കുമ്പളയൊക്കെ അറിയും. പിന്നെ ആണോ? കുമ്പളക്കാര്. കുമ്പളങ്ങ അല്ലാതെ കുമ്പള. കുമ്പള ഞാൻ അറിയും. പരിപാടി നന്നായില്ലെങ്കിൽ അവർ നന്നായിട്ട് എറിയും. അങ്ങനത്തെ ആൾക്കാരാ. ശമ്പളവും തരില്ല. അതെ. അപ്പൊ എന്തായാലും ഓൾ ദി ബെസ്റ്റ്. ചേച്ചി, ആ ടി വി ഒന്ന് വെക്കരോ? ഭയങ്കര മഴയല്ലേ? ഇനി
സ്കൂൾ തുറക്കുന്നില്ല എന്ന് വല്ലതും പറഞ്ഞാലോ? നമസ്കാരം, മനോരമ ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷാനി പ്രഭാകർ. കനത്ത മഴയെ തുടർന്ന് തീരദേശ പ്രദേശത്ത് അതീവ ജാഗ്രതാ മുന്നറിയിപ്പ്. കനത്ത മഴയെ തുടർന്ന് റെയിൽവേ ഗതാഗതം ഭാഗികമായി നിലച്ചു. എന്റെ ബാത്തുക്കുട്ടി ചായനുണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് എനിക്കൊരു ഓറിയോ ബിസ്ക്കറ്റ് കിട്ടുമായിരുന്നു. കൊള്ളാം. നിന്നോട് ഞാൻ പറ്റപ്പോളൊരു മുട്ടപിടിപ്പിച്ച പാട്ടേടുക്കാനല്ലടാ പറഞ്ഞത്. ഭാസ്കരനെ പോലെ തണ്ടേണ്ട ആ ചായ കോഫി. ചേച്ചി, ഈ പൂച്ചകൾ തമ്മിൽ തർക്കം പിടിക്കുന്ന കേട്ടിനാ? തർക്കോ? അതെന്തേ? മ്യാവ് മ്യാവ് നീ ചിക്കൻ ടീച്ചർ കേട്ടിയാ? ചിക്കൻ തന്തൂരിന്ന് കേട്ടിനി. നിക്കപ്പഴ തിന്നണ്ട ടീച്ചറില്ലല്ലോ. അതൊരു പാമ്പാട്ടിയല്ലേ വരുന്നേ? ഒരു തേനീച്ച. താഴ്ച ചിക്കു, നീ ഒരു ഗ്ലാസ് വെള്ളം എടുത്തേ. ചേച്ചി, 4 മണിക്ക് കാന്താര സിനിമ ഉണ്ട് പറഞ്ഞവർക്ക് വെക്കറല്ലോ. അത് മാറ്റ്, നീ ഡൊണാൾഡ് ടെക്ക് വെക്കേ. ഭഗവാനെ, ടി വി നോക്കിട്ട് സമയം പോയത് അറിഞ്ഞിട്ടാ. പയ്യൂനെ കറക്കണ്ടേ?